പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. വധശിക്ഷ റദ്ദാക്കിയതായുള്ള അറിയിപ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ പുറത്തുവിടുന്നത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് വരുന്നത്. പുറത്തേക്ക് വരുന്ന വിവരം തലാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയും യമൻ ആക്ടിവിസ്റ്റുമായ സർഹാൻ ഷംസാൻ അൽ വിസ്വാബി ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, മതപണ്ഡിതന്മാരുടെ ശക്തമായ ഇടപെടലിലൂടെ വധശിക്ഷ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ആക്ഷൻ കൗൺസിൽ ട്രഷററായിട്ടുള്ള കുഞ്ചമേട് കൂരാച്ചുണ്ട്. ആക്ഷൻ കൗൺസിൽ ട്രഷററായിട്ടുള്ള കുഞ്ചമേട് കൂരാച്ചുണ്ട്, അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഈ ഒരു വാർത്ത ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. താങ്കളും ഈ വിവരം അറിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. താങ്കളുടെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ്? മർക്കസിൽ നിന്നുള്ള ആധികാരികമായ വിവരമാണ് ഇപ്പോൾ ലോകത്തോട് പങ്കുവെക്കാനുള്ളത്. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. കഴിഞ്ഞ 6-7 വർഷക്കാലമായി ഞങ്ങളുടെ രാത്രികളും പകലുകളും ഞങ്ങളുടെ ആക്ഷൻ കൗൺസിലിന്റെ മഹാഭൂരിഭാഗം വരുന്ന വ്യക്തിത്വങ്ങളുടെ എല്ലാം സമയം ഇതിനു വേണ്ടി ഏറെ ചെലവഴിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരേ ഒരു ആശ്വാസത്തിന്റെ തുരുത്ത് എന്ന് പറയുന്നത് കാരന്തൂർ മർക്കസാണ്. ബഹുമാന്യനായിട്ടുള്ള AP അബൂബക്കർ ഉസ്താദിന്റെ ഇടപെടൽ മാത്രമാണ്. അസന്നിഗ്ധമായി കൃത്യമായിട്ട് അത് പറയാൻ കഴിയും. ഇപ്പം മറ്റ് പലരുടെയും പേരുകൾ ഇപ്പൊ കുറച്ചു മുമ്പ് ചാണ്ടി ഉമ്മൻ സാർ ഇങ്ങനെ പറയുന്നത് കേട്ടു. ആ പേരൊന്നും 6-7 വർഷമായിട്ട് ഞങ്ങൾ കേൾക്കാത്ത പേരുകളാണ്. എന്തായാലും ഞങ്ങൾ അത്തരം തർക്കങ്ങളിലേക്കോ വിതർക്കങ്ങളിലേക്കോ പോകുന്നില്ല. എന്തായാലും മർക്കസിന്റെ ഇടപെടൽ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും യമനിൽ ഈ മിഷനെ തോൽപ്പിക്കാൻ, നമ്മുടെ ലക്ഷ്യത്തെ തോൽപ്പിക്കാൻ കഴിയാവുന്ന ചില ഇടപെടൽ അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അതിനിർണായകമായ തീരുമാനം ആ കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ പണ്ഡിത സഭയിൽ നിന്നും ഉണ്ടായപ്പോഴും അവിടെയുള്ള ചില കാര്യങ്ങൾ ആ രാജ്യത്തിന്റെ സംസ്കാരത്തിനും അവരുടെ നീതിന്യായ മതബോധത്തിനും എതിരായി നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങൾ അവിടെ ഇറങ്ങി ഈ മിഷന്റെ പേരിൽ ചില പ്രസ്താവനകൾ ഇപ്പൊ തൊട്ടു മുമ്പ് എനിക്കൊരു വീഡിയോ ആ രാജ്യത്തു നിന്നുള്ള വീഡിയോ ഇവിടെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം അത്തരം വീഡിയോകളൊക്കെ തന്നെ ഇപ്പൊ തുടർന്നുള്ള മിഷന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വിജയിപ്പിച്ചെടുത്ത ഈ സാധനത്തെ പിന്നോട്ടടിപ്പിക്കാൻ പോകുമോ എന്നുള്ള ഒരു ഭയം ആക്ഷൻ കൗൺസിൽ എന്ന നിലക്ക് എനിക്കുണ്ട്. എന്തായാലും അതിനെയൊക്കെ കവച്ചു വെച്ച് ഉസ്താദിന്റെ ഇടപെടൽ, മർക്കസിന്റെ ഇടപെടൽ, അത് ഊന്നി 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 മർക്കസിന്റെ ഇടപെടൽ, മുമ്പ് അദ്ദേഹം ഈ ശിക്ഷ മാറ്റിവെച്ച ഒരു തീയതിയെ സംബന്ധിച്ചൊക്കെ വലിയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ആക്ഷേപിക്കാൻ ഒരു കൂട്ടം ആളുകളുണ്ടായി. അന്ന് ആ വധശിക്ഷ മാറ്റിവെച്ചതിന്റെ ക്രെഡിറ്റ് ഇരിക്കാൻ മറ്റു പലരും ഉണ്ടായി. വളരെ നിശബ്ദനായും ശാന്തനായും ഈ സംയമനത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം ആധികാരികമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ലോക മലയാളികൾക്ക് മുഴുവൻ, ഏതാനും പിന്തിരിപ്പന്മാർക്കൊഴികെ ലോക മലയാളികളെല്ലാം തന്നെ സന്തോഷിക്കാൻ കഴിയാവുന്ന ഒരു നിമിഷമാണ്. ഈ കൂട്ടായ്മയിൽ ഒരു വലിയ പങ്ക് വഹിച്ച മാധ്യമങ്ങളാണ്. നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ സത്യസന്ധമായ വാർത്ത നൽകിക്കൊണ്ടുകൂടി ഞങ്ങളുടെ കൂടെ നിന്നു. അതിനുള്ള നന്ദിയും കടപ്പാടും കൂടി ഈ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആക്ഷൻ കൗൺസിൽ ട്രഷറർ കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ടാണ് നമ്മളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, എന്തായാലും ജയിൽ മോചനം എന്നതിലേക്ക് ഇനി എന്തൊക്കെ കടമ്പകളാണുള്ളത്? ഇക്കാര്യത്തിൽ ഇനിയുള്ള നടപടികൾ ഏതൊക്കെ രീതിയിലാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെ നിയമപ്രകാരം 2 കടമ്പകളുണ്ട്. ഒന്ന്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ പെൺകുട്ടിയുടെ മോചനം ഔദ്യോഗികമായി കുടുംബം മാപ്പ് നൽകുന്നതോടുകൂടി പരിഹരിക്കപ്പെടുകയാണ്. പക്ഷേ ആ രാജ്യത്തിന്റെ നിയമം ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം അത് ഭാഗമാണ്. ഇപ്പൊ നമ്മുടെ സൗദി അറേബ്യയിൽ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു യുവാവിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാം പണമൊക്കെ ഉണ്ടാക്കി ആ പണമൊക്കെ നമ്മൾ പൈസ അടച്ചു നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ മോചനം കാത്തു നിൽക്കുക. എന്തുകൊണ്ടെന്നാൽ അവിടെ നമ്മൾ ഈ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ആ രാജ്യം വിധിച്ച ഒരു ശിക്ഷയുണ്ട്. അത് 10 വർഷമോ 15 വർഷമോ 20 വർഷമോ എന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. നിമിഷയുടെ കാര്യത്തിൽ ആ രാജ്യം എത്ര ശിക്ഷ വിധിക്കുമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ അവർക്കൊരു 10 വർഷത്തെ ശിക്ഷയാണ് വിധിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അവരേതാണ്ട് അതിന് തുല്യമായിട്ടുള്ള ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അതപ്പോൾ പരിവെക്കും. അബ്ദുറഹീമിന്റെ കേസിൽ 20 വർഷത്തെ ശിക്ഷയാണ് കോടതി, സുപ്രീം കോടതി വിധിച്ചത്. ആ 20 വർഷത്തിലേക്ക് തന്നെ ഏതാനും മാസങ്ങൾ കൂടി ബാക്കിയുണ്ട്. അത് മാത്രമാണ് അവർക്ക് മോചനം സാധ്യമാണ്. അബ്ദുറഹീമിന് മോചനം സാധ്യമാവുള്ളൂ. അത്
ഒരു ചെറിയ സ്ഥിതിവിശേഷം ചിലപ്പോൾ നിമിഷപ്രിയക്കും യമനിനും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. കുഞ്ഞഹമ്മദ്, മറ്റൊരു കാര്യം, നേരത്തെ ചാണ്ടി ഉമ്മൻ സൂചിപ്പിച്ചത് അനുസരിച്ചാണെങ്കിൽ നിമിഷപ്രിയയുടെ കുടുംബം ഇപ്പോൾ യമനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ? അവരുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമാണോ? അവരുടെ കുടുംബം അവിടെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് സുപ്രീം കോടതിയിൽ ആ കുടുംബത്തെ അയക്കാൻ വേണ്ടി ഞാനടക്കമുള്ള ആളുകൾ കൊടുത്ത റിട്ട് ഹർജിയുടെ ഭാഗമായി അന്ന് ആ നിമിഷപ്രിയയുടെ മകളെ അങ്ങോട്ട് അയക്കാൻ അവിടുത്തെ സുരക്ഷാ പ്രശ്നം കാരണം അങ്ങോട്ട് അയക്കാൻ പറ്റില്ല എന്നായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് അന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് അമ്മയ്ക്ക് പോകാൻ വേണ്ടി മാത്രമാണ് അനുമതി കിട്ടിയത്. ഇപ്പോൾ മകളെയും അതുപോലെ തന്നെ അവളുടെ നിമിഷയുടെ ഭർത്താവിനെയും എമ്മിലേക്ക് അയച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ നമ്മൾ സന്തോഷിക്കുകയാണ്. പക്ഷെ അവിടെ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയുണ്ട്. അവിടെ ഒരു പ്രത്യേക എനിക്ക് അങ്ങനെ പറയാൻ കഴിയുമെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഒരു ഗ്രൂപ്പിന്റെ അവരുടെ കയ്യിലാണ് അവരുള്ളത്. അവിടെ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇതിന് ഗുണം ചെയ്യില്ല, കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഒരു പ്രത്യേക പ്രാർത്ഥന ഗ്രൂപ്പിന്റെ സഹായത്തോടു കൂടിയാണ് യമനിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് ഈ മിഷന് ഗുണകരമാകില്ല എന്ന് അത്തരം പ്രവർത്തനങ്ങൾ കൊടുക്കുന്നവരെ ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. കുഞ്ഞഹമ്മദ്, മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ യമൻ സർക്കാരിന് നേരിട്ട് ഇടപെടാൻ സാധിക്കാത്ത പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യമനിലെ സായുധ വിമത വിഭാഗമായ ഹൂതികൾക്ക് സ്വാധീനമുള്ള മേഖലയിലാണ് നിമിഷപ്രിയ ജയിലിൽ കഴിഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ഒരു വാർത്തയിലേക്ക്, ഈ ആശ്വാസകരമായ വാർത്തയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്രമാത്രം കഠിനമായിരുന്നു ഈ ഒരു യാത്ര എന്നാണ് താങ്കൾക്ക് പറയാൻ സാധിക്കുന്നത്? ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ ഗവൺമെന്റും ആ രാജ്യവുമായി നയതന്ത്ര ബന്ധം നിലവിലില്ല. ഒരാൾക്ക് വേണ്ടി ഒരു നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് പറയാൻ നമുക്കാവുകയുമില്ല. എങ്കിൽ പോലും ഇന്ത്യ ഗവൺമെന്റ് പല സഹായം പല ഘട്ടങ്ങളിലായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഗവൺമെന്റ് ഒഴിഞ്ഞു മാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. കാരണം സുപ്രീം കോടതിയിൽ കഴിഞ്ഞ 14-ാം തീയതി വന്ന കേസിൽ ഞങ്ങൾക്ക് ഈ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കൈമനർത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിനെ ആ സംഗതിയെ അതിജീവിച്ചുകൊണ്ടാണ് ആ ഘട്ടത്തിൽ നിസ്സഹായരായി നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പിലാണ് മർക്കസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നതും മർക്കസിനെ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ആശ്രയിക്കുന്നതും. അവർ ആണെങ്കിൽ വളരെ മനുഷ്യത്വപരമായിട്ട്, കാരണം മർക്കസിന്റെ മുറ്റത്ത് ഒരാൾ സഹായം തേടി വന്നാൽ ആ സഹായം തേടി വരുന്നവന്റെ മതമേതാണ്, നീ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇടപെടുന്നത് എന്ന് മഹത്തായ സന്ദേശം പറഞ്ഞുകൊണ്ടാണ് ഉസ്താദ് ഞങ്ങളോട് വൈകാരികമായി, ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും ആ വൈകാരികത എന്റെ രോമകൂപങ്ങളിൽ എഴുന്നേറ്റ് നിർത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് ഒരു മഹാമനുഷ്യത്വത്തിന്റെ ഒരു മഹാസ്തംഭമായിട്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വിദേശ രാജ്യങ്ങളുടെ നയതന്ത്രപരമായ പ്രശ്നമുണ്ട്. ഇറാനുമായി നമുക്കുണ്ടായിരുന്ന നല്ല ബന്ധത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അത്രമാത്രം സാധിച്ചില്ല. പക്ഷെ ഇനിയും ഗവൺമെന്റിന്റെ സഹായം വേണ്ടതുണ്ട്. കാരണം ഈ യമനിന്റെ ബോർഡർ കടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. കാരണം തെക്കൻ യമനും അതുപോലെ തന്നെ വടക്കൻ യമൻ തമ്മിലുള്ള ഒരു ആഭ്യന്തര സംഘർഷങ്ങളും കുഴപ്പങ്ങളും കൂടെ നൽകുകയാണ്. നിമിഷപ്രിയക്ക് ജയിൽ മോചനം സാധ്യമായ ഈ രാജ്യത്തിന്റെ അതിർത്തി കടത്തിക്കൊണ്ടുവരിക എന്ന ചുമതല ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഇപ്പൊ ഞങ്ങൾ ഒരു നെഗോഷിയേഷൻ ചർച്ചയ്ക്ക് വേണ്ടി അവിടെ കുടുംബവുമായി ബന്ധപ്പെടാൻ വേണ്ടി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കൊടുത്ത ഒരു ഹർജിയിൽ അതിനും ഞാൻ കക്ഷിയാണ്. ആ ഹർജി പ്രകാരം ഞങ്ങൾക്ക് അവിടെ പോകാനുള്ള അനുമതിക്ക് വേണ്ടി വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിക്കണമെന്നാണ് ഇന്ത്യ ഗവൺമെന്റ് കോടതിയിൽ അറ്റോർണി ജനറൽ ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ വാക്കാൽ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പുതിയ അപേക്ഷയുമായി പോയിട്ടുള്ളത്. അപ്പം ഇനിയും കേന്ദ്ര ഗവൺമെന്റ് സഹായം ഇതിൽ ആവശ്യമുണ്ട്. ആ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഗവൺമെന്റ് സഹായിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി കുഞ്ഞഹമ്മദ്, ഈ ഒരു സമയത്ത് നമ്മളോട് പ്രതികരിച്ചതിന്. എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.